നല്ലൊരു ചോക്ലേറ്റ് ബ്രൗണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ബ്രൗണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടർ സ്കോച്ച് സോസാണ്. ബട്ടർ സ്കോച്ച് സോസിന് പകരം വാനില ഐസ്ക്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും സിറപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ബ്രൗണി കഴിക്കാം. പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ബ്രൗണിയുടെ കൂടെ ബട്ടർ സ്കോച്ച് സോസ് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മോളാണ്. അവളോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ ബ്രൗണിയും ബട്ടർ സ്കോച്ച് സോസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രൗണി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ബട്ടർ പുരട്ടി കൊടുക്കാം. എല്ലാ വശങ്ങളിലും താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ബട്ടർ പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. മുകളിലും വശങ്ങളിലും ഒക്കെ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കാം. വശങ്ങളിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ 4 വശങ്ങളിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ ടിന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരല്പം വലിയ ബൗളെടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഈ അരിപ്പയിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വരെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു കപ്പിൻ്റെ 1/3 ഭാഗമാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml അളവിലുള്ള കപ്പളവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് മെൽറ്റ് ചെയ്ത 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് 2 മുട്ടയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബട്ടറും പഞ്ചസാരയും മുട്ടയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇന്നിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മുട്ടയും ബട്ടറും ഒക്കെ ചേർന്നിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എഗ് ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഈ ബ്രൗണിയിലേക്ക് ചേർത്തിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബ്രൗണിയുടെ മിക്സ് മുഴുവനും ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ഈ ഓവൻ നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കാം. നമ്മളിത് 180 ഡിഗ്രിയിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്ത് വെക്കണം. 30 മുതൽ 35 മിനിറ്റ് വരെ സമയമെടുക്കും ഈ ബ്രൗണി നന്നായിട്ട് വെന്ത് കിട്ടാൻ. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ഇതിനനുസരിച്ചിട്ട് ടൈം മാറി വരുമായിരിക്കും. 30 മുതൽ 35 മിനിറ്റ് വരെ ഏകദേശം ഈ ഓവനിൽ ടൈം എടുക്കാറുണ്ട്. 30 മിനിറ്റിന് ശേഷം ഈ ബ്രൗണി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. അത്ര വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇവിടെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടെ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. വല്ലപ്പോഴും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായി ഇതിൻ്റെ കളറ് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നല്ലോണം കളറ് മാറിയിട്ട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവാൻ നിൽക്കരുത്. അപ്പോൾ ഇതിന് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറാവുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം.
എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബ്രൗണി ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലും അടിഭാഗത്തൊക്കെ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ബ്രൗണി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ബ്രൗണി ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ സോസും ഒരല്പം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മുടെ നല്ല യമ്മി ചോക്ലേറ്റ് ബ്രൗണിയും ബട്ടർ സ്കോച്ച് സോസും ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇത് രണ്ടും ചേർത്ത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക്